കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ എന്ന്. വീട്ടിലേക്ക് പോയതിൻ്റെ വിശേഷങ്ങളാണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഞാനിതിപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്കാണ് പോയത്. പക്ഷേ അങ്ങോട്ട് പോയപ്പം വീഡിയോ എടുക്കണമെന്നുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് എടുത്തില്ലായിരുന്നേ. ഇത് കാണുന്നത് ഞായറാഴ്ചയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് പോകുന്നൊരു വഴിയാണേ. ഇതുപോലെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്ന ഏരിയയാണ് കേട്ടോ. കുറേ കടകളും വീടുകളും ഒക്കെ അടുത്തടുത്തുള്ളതാണേ. അങ്ങനെ നമ്മുടെ വീട് കുറേ പഴയതാണ്, കുറേ വർഷമായി കേട്ടോ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു വഴിയുണ്ടല്ലോ, ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഇതിൻ്റെ മേളിൽ സ്കൂളിൻ്റെ കെട്ടിടം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി അവരിപ്പം അടച്ചേക്കുവാണ്, മൊത്തം കാട് കയറി കിടപ്പുണ്ട്. ഇത് പഴയതുപോലെ തുറക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുറന്നെങ്കിൽ കൊള്ളായിരുന്നു, കുട്ടികൾക്ക് തന്നെ സ്കൂളിലേക്ക് കയറി പോകാനൊക്കെ നല്ല സൗകര്യമായിരുന്നേ. ഒരുപാട് സ്ഥലമൊന്നുമില്ല കേട്ടോ, ചെറിയൊരു മുറ്റവും അതിനകത്തുള്ള കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. കുറച്ച് പിന്നെ ഇതേപോലെ പൊന്നാങ്കണ്ണി ചീരയുടെയും പുതിനയും പിന്നെ അതുപോലെ തന്നെ തുളസിയൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയൊന്നും അല്ല കേട്ടോ. ഇതെല്ലാം അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് ടി വിയിലേക്കാണ്, പിന്നെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല. പിന്നെ ഇത് രാവിലെ ഒരു മുളക് ചട്നി ആയിരുന്നേ, ദോശയുടെ കൂടെ കഴിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഇന്നിപ്പം ഉച്ചത്തേക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അനിയത്തി ഇതേ പൊടികളൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്കും ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയിട്ട് പുരട്ടി വെച്ചു. പിന്നെ അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിള്ളേരുടെ ഒരു ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും കളിയും ചിരിയൊക്കെ കാരണം. അങ്ങനത്തെ നമ്മൾ ചിക്കൻ കറി റെഡിയാക്കി റൈസിന് വേണ്ടിയിട്ടുള്ള പിന്നെ ചോറും എല്ലാം വേവിച്ച് വെച്ചു. പിന്നെ റൈസും ഇതുപോലെ അങ്ങ് റെഡിയാക്കി വെച്ച്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്തായാലും ഞാൻ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ ഇടാമേ. ഈ ഫ്രൈഡ് റൈസിൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതുപോലെ ചിക്കൻ കറിയും സാലഡും അച്ചാറും റൈസൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു. പിന്നെ ഇവിടെ കിട്ടുന്ന പപ്പടം ഉണ്ടല്ലോ, നല്ല സൂപ്പർ പപ്പടമാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. മിക്കവാറും ഒക്കെ ഞാൻ വീട്ടിൽ പോകുമ്പം അത് കിട്ടുവാണെങ്കിൽ വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോയപ്പം കുറച്ച് സ്ലോ ആയിട്ടാണ് പോയത്, കാരണം മോനാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.